പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ വരുന്നത്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മുമ്പിലിരിക്കുന്ന ഈ പ്ലാന്റിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സ് തുളസിയാണ് കേട്ടോ. ഏകദേശം പുതിനയില പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഇലകൾ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ വരുന്നത്. ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഇത് പുതിനയിലയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത്തിരിയും കൂടി കട്ടി കൂടുതലാണ്. അതേസമയം ഈ വിക്സ് തുളസിക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഇലകളാണ് കേട്ടോ വരുന്നത്. രണ്ടും ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സ്മെല്ല് അത്യാവശ്യം നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ പുതിനയിലയുടെ പോലെ തന്നെ ഇതേപോലെ വള്ളികൾ വീശിയിട്ടാണ് കേട്ടോ ഇതും ഉണ്ടാവുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഈ വിക്സ് തുളസി ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിക്സിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ്, സെയിം സ്മെല്ല് തന്നെയാണ്. ഇതേപോലെ നമുക്ക് ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല എടുത്ത് ഒന്ന് രണ്ട് പീസ് എടുത്ത് ചവച്ച് തിന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാലും ഭയങ്കര ഗുണമാണ്. നല്ലൊരു മൗത്ത് ഫ്രഷ്നറായും വിക്സ് തുളസി യൂസ് ചെയ്തു വരുന്നു. അതേപോലെ നമുക്ക് തൊണ്ടവേദന, ജലദോഷം, പനി എന്നിവയ്ക്കും ഭയങ്കര എഫക്റ്റീവാണ് ഈ വിക്സ് തുളസി. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മൾ പുതിനയിലയുടെ കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കില്ലേ, അതേപോലെ തന്നെ സെയിം തന്നെയാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് എടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാനൊരു ചെറിയ പോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വളർച്ച ഇതിനുള്ളൂ. അതേസമയം ഞാൻ വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അത്യാവശ്യം നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഈ ഒരു പോട്ടിൽ വെറുതെ 2 കട്ടിങ്സ് എടുത്ത് വെച്ചാണ്. ഇത് നല്ലപോലെ സ്പ്രെഡായി എല്ലായിടത്തേക്കും വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതും അതേപോലെ കട്ടിങ്സ് എടുത്ത് വെച്ചാണ് അത്യാവശ്യം നല്ലപോലെ ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് സ്പ്രെഡായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടിയുടെ കെയറിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളമാണെങ്കിൽ കൂടി ഡെയിലി നനക്കണം കേട്ടോ. ഇതിന് വെള്ളം അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നൊരു ചെടിയാണ്. വാടിപ്പോയി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ചില സമയത്ത് ഉണങ്ങിപ്പോയാലും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചത് പൊടിച്ചു വരുന്നതായിട്ട് കാണാം കേട്ടോ. എങ്കിലും മാക്സിമം നനക്കാൻ തന്നെ ശ്രമിക്കുക. ഇതിപ്പോൾ നല്ലപോലെ സ്പ്രെഡായിട്ട് ഇങ്ങോട്ടേക്ക് നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്നത് വിക്സ് തുളസിയും രണ്ടാമത് കാണിക്കുന്നത് പുതിനയിലയുടെ ഇലയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ലിലാണ് മെയിൻലി ഡിഫറൻസ് വരുന്നത് കേട്ടോ. രണ്ടും നല്ല ഗുണമുള്ള പ്ലാന്റാണ്. ഇതിനേക്കൊന്നൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയിലയുടെ തണ്ടിന് ഇവിടെ ഒരു റെഡ് കളർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേസമയം വിക്സ് തുളസി ഏറെക്കുറെ ഒരു വൈറ്റ് കളറായിട്ടാണ് കേട്ടോ തോന്നിയേക്കുന്നത്. പിന്നെ അതേപോലെ പുതിനയിലേക്കാളും കുറച്ചും കൂടി കട്ടി കൂടുതൽ ഇതിൻ്റെ തണ്ടിനാണ് കുറച്ചും കൂടി കട്ടി കൂടുതൽ, കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഇത് ഭയങ്കര പെട്ടെന്ന് തന്നെ ഒരു കമ്പ് പോലെയാണ് ഇരിക്കുന്നത്, അധികം കട്ടിയൊന്നുമില്ലാണ്ട്. ഇതിൻ്റെ ആ ഒരു ലൈൻസൊക്കെ നല്ലപോലെ വിസിബിളാണ്, കണ്ടോ, നല്ലപോലെ വിസിബിളാണ് പുതിനയിലയുടെ. അതേസമയം ഈ ഒരു പ്ലാന്റിൻ്റെ അത്ര അങ്ങോട്ട് വിസിബിൾ അല്ല കേട്ടോ. പുതിനയില പോലെ അത്ര അങ്ങോട്ട് വിസിബിൾ അല്ല. അതാണ് പെട്ടെന്ന് വന്നേക്കുന്ന ഡിഫറൻറ്റ്. പിന്നെ കുറച്ചും കൂടിയും പുതിനയിലയുടെ ഇലകൾ കാണാനാണ് ഭംഗി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ വീട്ടിലുള്ള 2 മെഡിസിനൽ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.